ഹായ്. കൊറിയൻ സംഗീതം പോങ് ജാക്കിൽ നിന്ന് മെലഡിയിലൂടെ പോപ്പിലേക്കും റാപ്പിലേക്കും റോക്കിലേക്കും ഹിപ്പ് ഹോപ്പിലേക്കുമൊക്കെ കടന്ന് അവിടെ നിന്ന് കെ പോപ്പ് സംഗീതം ഉണ്ടായി വന്ന കഥകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് കെ പോപ്പിൻ്റെ ജനനത്തെക്കുറിച്ചും കെ പോപ്പിലെ ഫസ്റ്റ് ഐഡൽസിനെ കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കെ പോപ്പ് എങ്ങനെ ഗ്ലോബലായി, കെ പോപ്പ് സംഗീതം എങ്ങനെയാണ് ലോകം കീഴടക്കിയത് എന്നാണ്. 1997 കൊറിയ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലായിരുന്നു. കൊറിയയിലെ ജനങ്ങൾക്ക് നിത്യജീവിതം നടത്തിക്കൊണ്ടു പോകാൻ തന്നെ ശരിക്കും കഷ്ടപ്പാടായിരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ അവസ്ഥ. കൊറിയയിലെ ധാരാളം ജനങ്ങൾ ദരിദ്രരായി, അവരൊക്കെ പാപ്പരായി തീർന്നു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. കൊറിയയിലെ കെ പോപ്പ് സംഗീതത്തിനും സമാനമായിട്ടൊരു അവസ്ഥയാണ് അന്നുണ്ടായത്. കെ പോപ്പിലെ ബാൻഡുകൾ പുറത്തിറക്കുന്ന CD-കൾ കാശ് കൊടുത്ത് വാങ്ങുവാനുള്ള ശേഷി പോലും അന്ന് കൊറിയയിലെ ജനങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ശരിക്കും കെ പോപ്പ് സംഗീതത്തിനും ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു 1997 എന്ന് പറയുന്നതാണ് ശരി. IMF അഥവാ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് കൊറിയയുടെ സാമ്പത്തിക രംഗത്തെ തകർത്ത് തരിപ്പണമാക്കി കൊറിയക്കാരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കിയതെന്നാണ് കൊറിയൻ ജനത വിശ്വസിക്കുന്നതും അവർ പറയുന്നതും. ശരിക്കും ഈ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റത് കൊറിയൻ സംഗീതമാണ്. ഇനി ഈ അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ കൊറിയയിലെ ജനങ്ങളും കൊറിയയുടെ സംഗീതവുമൊക്കെ എന്നേക്കും നശിച്ചു പോകും എന്നുള്ളൊരവസ്ഥ ഉണ്ടായതോടുകൂടി, ആ അവസ്ഥ തിരിച്ചറിഞ്ഞതോടുകൂടി കൊറിയയിലെ കെ പോപ്പ് മ്യൂസിക് ബാൻഡുകൾക്ക് പിന്നിലുള്ള ആൾക്കാരും കെ പോപ്പിൽ പ്രവർത്തിച്ചിരുന്ന സംഗീതജ്ഞരും ഒക്കെ ചേർന്നിട്ട് കെ പോപ്പിനെ മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള വിവിധ മാർഗങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. അവരുടെ മുന്നിലുണ്ടായിരുന്ന ആദ്യത്തെ വഴി എന്ന് പറയുന്നത് കെ പോപ്പ് സംഗീതത്തിനെ കൊറിയയ്ക്ക് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കൊറിയയ്ക്കുള്ളിൽ സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളുമൊക്കെ ഉള്ളപ്പോൾ കൊറിയൻ സംഗീതത്തെ പുറത്തെ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ കൊറിയൻ സംഗീതത്തിലൂടെ അവർക്ക് അവരുടെ സാമ്പത്തിക രംഗത്തിന് തിരിച്ചു വരാൻ കഴിയുമെന്നൊക്കെയാണ് അവർ കണക്ക് കൂട്ടിയത്. അവരുടെ അന്നത്തെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ജപ്പാനായിരുന്നു. UK-യിലും US-ലൊക്കെ കൊറിയൻ സംഗീതം കൊണ്ടുപോയി വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല എന്ന് കൊറിയക്കാർ അന്ന് ധരിച്ചിരുന്നു. ജപ്പാനാണെങ്കിൽ അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അതിലുപരി അന്ന് ലോകത്തിലെ സംഗീത വിപണിയിൽ 2ാം സ്ഥാനത്തുള്ള ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നായിരുന്നു ജപ്പാൻ. അതുകൊണ്ട് കൊറിയയിൽ നിന്ന് ജപ്പാനിലേക്ക് കൊറിയൻ സംഗീതം കയറ്റി അയച്ചാൽ അത് വലിയ വിജയമാകുമെന്ന് കൊറിയക്കാരും കൊറിയൻ സംഗീത വിദഗ്ധരുമൊക്കെ കണക്കാക്കി. കൊറിയൻ സംഗീതത്തെ ജപ്പാനിലേക്ക് എത്തിക്കണമെന്നും ജപ്പാൻ മാർക്കറ്റ് കീഴടക്കണമെന്നും ഒക്കെ കൊറിയക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ളൊരു ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള വസ്തുത. പ്രധാനമായിട്ട് തങ്ങൾ ജപ്പാൻകാരെക്കാളും പുറകിലാണെന്ന ഒരു അപകർഷതാ ബോധം കൂടെ കൊറിയക്കാർക്ക് അന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കെ പോപ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സംഗീതവും അവരുടെ ബാൻഡുകൾ പുറത്തിറക്കുന്ന ആൽബങ്ങൾക്കുമൊക്കെ ഒരു അന്താരാഷ്ട്ര നിലവാരം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അവരുൽപ്പാദിപ്പിക്കുന്ന ഈ ബാൻഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൽബങ്ങളെല്ലാം തന്നെ ലോകത്ത് ഏത് രാജ്യത്ത് കൊണ്ടുപോയി വിൽപ്പനയ്ക്ക് വെച്ചാലും ആ രാജ്യത്തെ സംഗീത വിഭാഗവുമായിട്ടും ആ രാജ്യത്ത് പുറത്തിറങ്ങുന്ന ആൽബങ്ങളുമായിട്ടും ഒക്കെ മത്സരിക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള എല്ലാ യോഗ്യതകളും ഈ കെ പോപ്പിൻ്റെ ഈ കെ പോപ്പ് ബാൻഡുകളുടെ ആൽബങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇത് പുറത്തേക്ക് എത്തിക്കുവാൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു ധൈര്യമില്ലായ്മയാണ് തുടക്കകാലത്ത് ഇവരെ പിന്നോട്ട് വലിച്ചിരുന്നത്. അങ്ങനെയാണ് ഒടുവിൽ SM എൻ്റർടൈൻമെൻറ്റ് ബോഹ എന്ന് പറയുന്ന കലാകാരിയിലൂടെ കെ പോപ്പിൽ ഒരു പുതിയ തുടക്കം കുറിച്ചത്. ബോയെ കെ പോപ്പിലെ രാജ്ഞി എന്നാണ് അക്കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത്. പാട്ടുകാരിയും പാട്ടെഴുത്തുകാരിയും നർത്തകിയും നിർമ്മാതാവുമൊക്കെയായിട്ട് പല മേഖലകളിൽ വലിയ വിജയം കൈവരിച്ച ഒരു സംഗീതജ്ഞയായിരുന്നു ബോഹ. ബോഹയുടെ പാട്ടുകൾ അന്നുണ്ടാക്കിയ തരംഗമെന്ന് പറയുന്നത് അതിനുശേഷം വന്ന കെ പോപ്പ് ബാൻഡുകളിലെ സംഗീതജ്ഞരെ മുഴുവൻ ഇന്നും പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ബോഹയിലൂടെയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കെ പോപ്പിൻ്റെ ആൽബങ്ങൾ ജപ്പാനിലേക്ക് ചെന്നെത്തിയത്. ജപ്പാനിൽ ആദ്യമായി ഒരു ഷോ അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ട് ബോവ തുടർച്ചയായിട്ട് 1 മാസത്തോളം ജപ്പാനിൽ താമസിക്കുകയും
തൻ്റെ ജപ്പാൻ ഭാഷ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവിനെ പരിപോഷിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ജപ്പാനി ഭാഷയിലും ഇംഗ്ലീഷിലും മൻഡാറിനിലുമൊക്കെ ഒരേ സമയം പാട്ട് പാടുവാൻ കഴിവുള്ള ഒരാൾ കൂടിയായിരുന്നു ബോവ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്. ബോവയുടെ ആദ്യത്തെ ഷോ ഡി പീസ് ബി എന്ന് പറയുന്ന ആദ്യത്തെ ഷോ ജപ്പാനിൽ അവതരിപ്പിക്കപ്പെട്ടതോടുകൂടി ജപ്പാൻകാർ ബോവയെ 2 കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം. ഒരു ചെറിയ പെൺകുട്ടി ജപ്പാനിൽ പോയി ഒരു പാട്ടുകൊണ്ട് അവിടുത്തെ മുഴുവൻ ആൾക്കാരെയും സ്വന്തം പരിധിയിലാക്കി അല്ലെങ്കിൽ സ്വന്തം ആരാധകരാക്കി മാറ്റി എന്നുള്ളത് കൊറിയക്കാർക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 15,000 ടിക്കറ്റുകൾ വിറ്റഴിച്ചു കഴിഞ്ഞിട്ടും കാഴ്ചക്കാർ തിക്കിത്തിരക്കിയത് കൊണ്ട് സംഘാടകർക്ക് ബോവയുടെ ഷോ ഒരു ദിവസം കൂടി നീട്ടിവെക്കേണ്ടി വന്നു. ഒരു ദിവസം കൂടി അതേ ഷോ തന്നെ വീണ്ടും അവതരിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം. ലിസൺ ടു മൈ ഹാർട്ട് എന്ന് പറയുന്ന ബോവയുടെ ആൽബം ജപ്പാനിലെ ഒറിക്കോൺ ചാർട്ടിൽ 1ാമതെത്തി എന്ന് പറയുന്നത് കൊറിയക്കാരെ വീണ്ടും അത്ഭുതപ്പെടുത്തി. ആ ഒരൊറ്റ ആൽബം കൊണ്ട് കൊറിയയ്ക്കും ജപ്പാനിലും ഇടയിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ഒത്തുതീർപ്പായി എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാനും കൊറിയയ്ക്കും ഇടയിലുണ്ടായിരുന്ന വിനോദ പരിപാടികളുടെ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ നിന്നിരിക്കുകയായിരുന്നു. ഈ ആൽബം ഇറങ്ങിയതോടുകൂടി ജപ്പാനും കൊറിയയ്ക്കും ഇടയിൽ വീണ്ടും വ്യാപാര ബന്ധങ്ങൾ പുനരാരംഭിക്കുകയും ഈ സംഗീത ആൽബങ്ങളുടെയൊക്കെ കയറ്റുമതി വീണ്ടും കൊണ്ടുവരുവാൻ അവർക്ക് കഴിയുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ ജപ്പാനിൽ തുടർച്ചയായിട്ട് 3 ആൽബങ്ങൾ 1 മില്യൺ വീതം വിൽപ്പന നേടിയ റെക്കോർഡ് സ്വന്തമാക്കാൻ ബോവയ്ക്ക് കഴിഞ്ഞു. അതുമാത്രമല്ല, ഒറിക്കോണിൻ്റെ ചാർട്ടിൽ തുടർച്ചയായി 6 ആൽബങ്ങൾ ലിസ്റ്റിലെത്തിക്കാൻ കഴിഞ്ഞ 3 സംഗീതകാരികളിൽ പ്രമുഖയാണ് ബോവ. ബാക്കി 2 സംഗീതജ്ഞകൾ ജപ്പാൻകാർ തന്നെയാണ്. അതുമാത്രമല്ല, ബോവ അന്ന് നടത്തിയ ഷോകളിലുണ്ടായ ആൾക്കാരുടെ തള്ളിക്കയറ്റത്തിലൂടെ ജപ്പാനികളും കൊറിയക്കാരും തമ്മിൽ മാനസികമായിട്ടും കൂടുതൽ അടുപ്പമുണ്ടായി എന്നുള്ളതാണ് സത്യം. K-പോപ്പിൻ്റെ സംഗീത വളർച്ച അന്താരാഷ്ട്ര രംഗത്ത് ജപ്പാനിലൂടെ തുടങ്ങി വെക്കാനായിട്ട് കാരണക്കാരിയായ സംഗീതജ്ഞയാണ് ബോവ എന്ന് പറയുന്നത്. ബോവയുടെ വിജയത്തോടുകൂടി കൊറിയയിൽ ഹല്യു എന്ന പേരിൽ ഒരു പുതിയ മാർക്കറ്റിംഗ് സംസ്കാരം വളർന്നു വന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഹല്യു എന്ന് പറയുന്നത് ശരിക്കും അവർ മാർക്കറ്റ് ചെയ്യുന്നത് കൊറിയൻ സംസ്കാരത്തെയായിരുന്നു എന്നാണ് കൊറിയക്കാർ പറയുന്നത്. ഈ ഹല്യു എന്ന് പറയുന്ന തന്ത്രത്തിലൂടെ മാർക്കറ്റ് ചെയ്യപ്പെട്ടത് കൊറിയൻ സംഗീതം മാത്രമായിരുന്നില്ല, കൊറിയൻ ഡ്രാമകളും കൊറിയൻ സിനിമകളും ഒക്കെയായിരുന്നു. ശരിക്കും K-പോപ്പിലെ പുറത്തേക്ക് രാജ്യങ്ങളിലേക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കൂടുതൽ പ്രശസ്തിയിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ഹല്യു എന്ന് പറയുന്ന അവരുടെ ഒരു സാംസ്കാരിക മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ശരിക്കും വാസ്തവം. അടുത്തതായിട്ട് വണ്ടർ ഗേൾസിൻ്റെ വരവായിരുന്നു. 5 പേരായിരുന്നു വണ്ടർ ഗേൾസിലുണ്ടായിരുന്നത്. അതിസുന്ദരികളായ 5 പെൺകുട്ടികൾ അവതരിപ്പിക്കുന്ന പാട്ടും നൃത്തവും. 1950-ലും 60-ലും 70-ലും 80-കളിലുമൊക്കെ കൊറിയക്കാർ പാടി നടന്ന സംഗീതത്തെ സിന്ത് പോപ്പുമായി കൂട്ടിക്കലർത്തി ആണ് ഈ വണ്ടർ ഗേൾസ് അവരുടെ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിരുന്നത്. പുരാതനമായ ഭൂതകാലത്തെ സംഗീതത്തെ ആധുനികവൽക്കരിച്ച് അവതരിപ്പിച്ച ആശയത്തെ കൊറിയക്കാർ 2 കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം. 2007-ലാണ് ഇവർ ഐറണി എന്ന് പറയുന്ന ഒരു ആൽബത്തിലൂടെ കൊറിയയിൽ ഇവരെ വണ്ടർ ഗേൾസിനെ അവതരിപ്പിച്ചത്. JYP എൻ്റർടൈൻമെൻ്റ് ആണ് വണ്ടർ ഗേൾസിൻ്റെ പ്രൊഡ്യൂസർമാർ ഇവരെ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ. അത് കഴിഞ്ഞ് 2008 സോ ഹോട്ട്, നോബഡി എന്നീ 2 സിംഗിളുകളിലൂടെ ഇവർ കൊറിയയിലെ 1ാം സ്ഥാനത്തുള്ള ഗേൾ ഗ്രൂപ്പുകളായിട്ട് മാറി എന്നുള്ളതാണ് വാസ്തവം. സൗത്ത് കൊറിയാസ് റെട്രോ ക്യൂൻസ് എന്നറിയപ്പെടുന്ന വണ്ടർ ഗേൾസ് ആണ് ആദ്യമായിട്ട് സൗത്ത് കൊറിയയിൽ നിന്ന് ബിൽബോർഡിൻ്റെ ഹോട്ട് 100-ൽ എത്തിച്ചേരുന്ന ഗേൾ ഗ്രൂപ്പ്. അവരുടെ പ്രശസ്തി
സൗത്ത് കൊറിയയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുകയും 2009 ജോനാസ് ബ്രദേഴ്സ് നടത്തിയ വേൾഡ് ടൂറിൽ അവരുടെ ഒപ്പം ഇവർക്ക് സഞ്ചരിക്കുവാനും ഇവരുടെ പാട്ടുകളുടെ ഇംഗ്ലീഷ് വെർഷൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലൊക്കെ അവതരിപ്പിക്കാനും കഴിഞ്ഞു. അതോടുകൂടി വണ്ടർ ഗേൾസിന് അമേരിക്കയിൽ ധാരാളം ആരാധകരുണ്ടാവുകയും K-pop സംഗീതം അമേരിക്ക ആകെ പ്രശസ്തമാവുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. വണ്ടർ ഗേൾസാണ് ശരിക്കും കൊറിയൻ ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും ഇടകലർത്തി അവരുടെ പാട്ടുകളെ, ആൽബങ്ങളെയൊക്കെ വേദിയിൽ അവതരിപ്പിച്ചിരുന്നത്. ശരിക്കും വണ്ടർ ഗേൾസിൻ്റെ വരവോടുകൂടിയാണ് മുവ ജപ്പാനിൽ ഉണ്ടാക്കിയ ചലനം ശരിക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിൽ, US പോലെയുള്ള രാജ്യങ്ങളിലും ഒക്കെ പടരുകയും K-pop ഗ്ലോബലാകുന്നതിൻ്റെ വലിയ ഒരു ഘട്ടം കടന്ന് കയറുകയൊക്കെ ചെയ്തത്. കിങ്സ് ഓഫ് ഹല്യൂ വേവ്സ് എന്നറിയപ്പെട്ടിരുന്ന സൂപ്പർ ജൂനിയേഴ്സിൻ്റെ വരവായിരുന്നു അടുത്തത്. SM എൻ്റർടൈൻമെൻറ്റ് ലൂയി സൂമാനാണ് 2005 ഈ ട്രൂപ്പിനെ ഫോം ചെയ്തത്. ഈ ട്രൂപ്പിൽ 10 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ 12 അംഗങ്ങളെ എടുക്കുകയും 2006 പുതിയൊരു അംഗത്തെ കൂടെയൊക്കെ കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇടയ്ക്കുള്ള പല കാലങ്ങളിലായിട്ട് ഇവരിൽ നിന്ന് 3 പേര് കൊഴിഞ്ഞു പോവുകയും 10 അംഗങ്ങളായിട്ട് സൂപ്പർ ജൂനിയേഴ്സ് പരിപാടികൾ അവതരിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 2009 റിലീസ് ചെയ്ത സൂപ്പർ ജൂനിയേഴ്സിൻ്റെ സോറി സോറി എന്ന് പറയുന്ന സിംഗിളാണ് അവർക്ക് ലോക പ്രശസ്തി നേടിക്കൊടുത്തത്. അതിനെ തുടർന്ന് റിലീസ് ചെയ്ത സോറി സോറി എന്ന പേരിലുള്ള ആൽബവും വലിയ ഒരു ഹിറ്റായിരുന്നു. ഈ ഗ്രൂപ്പിലുള്ള 10 അംഗങ്ങളെയും ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അവർ അഭിനയത്തിലും ആങ്കറിങ്ങിലുമൊക്കെ കൂടുതൽ കഴിവ് തെളിയിക്കുകയൊക്കെ ചെയ്ത് മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള കലാകാരന്മാരായി മാറി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ സൂപ്പർ ജൂനിയേഴ്സിനെ കണ്ടതിന് ശേഷം മറ്റ് ബാൻഡുകളുടെ പ്രൊഡ്യൂസർമാരും അവരുടെ ബാൻഡുകളിലെ അംഗങ്ങൾക്ക് കൂടുതൽ പരിശീലനമൊക്കെ നൽകി അവരുടെ അംഗങ്ങളെയും ഇതുപോലെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങി എന്നുള്ളതാണ് ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം. സൂപ്പർ ജൂനിയേഴ്സിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അവാർഡുകളുടെ പെരുമഴകളുടെ കാലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 13 എംനെറ്റ് അവാർഡുകളും 19 ഗോൾഡൻ ഡിസ്ക് അവാർഡുകളും ഉൾപ്പെടെ MTVയുടെ ഏഷ്യ അവാർഡ്, യൂറോപ്യൻ അവാർഡും ബെസ്റ്റ് ഫാൻഡം അവാർഡുകളും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ബാൻഡ് കൂടിയാണ് സൂപ്പർ ജൂനിയേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ 2012 ഇറക്കിയ പ്ലേ എന്ന് പറയുന്ന ഒരു ആൽബം KK ബോക്സിൽ 122 ആഴ്ചകളിൽ തുടർച്ചയായി 1ാം സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു വലിയ റെക്കോർഡ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ എവർ ലാസ്റ്റിംഗ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ELF എന്ന് പറയുന്ന ആരാധക വൃന്ദം ലോക പ്രശസ്തരായ ആരാധക കൂട്ടമാണ്. ഈ ആരാധക വൃന്ദത്തിൻ്റെ ഒരു സംസ്കാരം ലോകം മുഴുവൻ വളർത്തിയെടുത്തതും അല്ലെങ്കിൽ വളർന്നു വന്നതും ഈ സൂപ്പർ ജൂനിയേഴ്സിൻ്റെ വരവോടുകൂടിയായിരുന്നു. അവരുടെ സോറി സോറി എന്ന് പറയുന്ന പാട്ട് പാടിക്കൊണ്ട് അല്ലെങ്കിൽ ആ പാട്ടിനൊപ്പം UK-യിലെയും US-ലെയും ഒക്കെ തെരുവുകളിൽ ആരാധകർ നൃത്തം ചെയ്യുന്ന വീഡിയോകൾ ഇൻ്റർനെറ്റിൽ തപ്പി നോക്കിയാൽ സുലഭമായിട്ട് കാണാൻ കഴിയുന്നതാണ്. K-popനെ ശരിക്കും ഒരു അന്താരാഷ്ട്ര സംഭവമാക്കി മാറ്റിയത് സൂപ്പർ ജൂനിയേഴ്സാണ്. ടീനേജേഴ്സ് അടക്കി വാണിരുന്ന K-pop സംസ്കാരത്തിലേക്ക്, സംഗീത ലോകത്തിലേക്ക് ഒരു ഇടിവെട്ട് പോലെ അവതരിച്ച ഒരു താരമാണ് സൈ. ഗംഗ്നം സ്റ്റൈൽ എന്ന് പറയുന്ന ഒരൊറ്റ പാട്ട് കൊണ്ട് ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ച ഒരാളാണ് സൈ. അമേരിക്കയിലും UK-യിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഒരൊറ്റ പാട്ട് കൊണ്ട് ആരാധകരുടെ വലിയ കൂട്ടത്തെ ഉണ്ടാക്കിയെടുക്കാൻ സൈക്ക് കഴിഞ്ഞു. നമുക്കറിയാം 2012 നമ്മുടെ നാട്ടിലെ അമ്പലപ്പറമ്പുകളിലെയും പള്ളിപ്പറമ്പുകളിലെയും എവിടെ ഉത്സവം നടന്നു കഴിഞ്ഞാലും ആ ഉത്സവ പറമ്പുകളിലെ ഗാനമേള ട്രൂപ്പുകൾ ഈ പാട്ടിൻ്റെ വരികളുടെ കൃത്യമായ അർത്ഥം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഗംഗ്നം സ്റ്റൈൽ എന്നുള്ള പാട്ട് പാടി ഉത്സവ പറമ്പുകളിലെ ആൾക്കാരെ നൃത്തം ചെയ്യിപ്പിച്ചിരുന്നൊരു കാലം നമുക്കും വളരെ ഓർമ്മയുള്ളതാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ബാൻ കിം മൂൺ
നമ്മുടെ സൈയെ ഐക്യരാഷ്ട്രസഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുകയും അദ്ദേഹത്തിനോടൊപ്പം പാടാനും ജോലി ചെയ്യാനും ആഗ്രഹമുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തത് അന്നൊരു വലിയ വാർത്തയായിരുന്നു. 2012 സൈയുടെ ഗംഗ്നം സ്റ്റൈൽ എന്ന് പറയുന്ന ആൽബം യൂട്യൂബിൽ 1 ബില്യൺ കാഴ്ചക്കാരെ നേടി യൂട്യൂബിൻ്റെ അന്ന് വരെയുള്ള സകല ചരിത്രങ്ങളും തിരുത്തി കുറിച്ചു. അതോടുകൂടി യൂട്യൂബ് കിങ് എന്നൊരു വിശേഷണം കൂടി മാധ്യമങ്ങൾ സൈക്ക് ചാർത്തിക്കൊടുത്തു. 2014 2 ബില്യൺ കാഴ്ചക്കാരായിട്ട് സൈയുടെ ഈ ആൽബം മാറി. ഇന്ന് 4.5 ബില്യൺ കാഴ്ചക്കാരുമായിട്ട് യൂട്യൂബിൻ്റെ ട്രെൻഡിങ് ലിസ്റ്റിലും ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ട ലിസ്റ്റിലുമൊക്കെ സൈയുടെ ഗംഗ്നം സ്റ്റൈൽ എന്ന് പറയുന്ന ആൽബം ഉണ്ട്. ഓപ്പൺ ഗംഗ്നം സ്റ്റൈൽ. 2012 ഡിസംബർ 31 ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ 1 മില്യൺ കാഴ്ചക്കാരുടെ മുന്നിൽ സൈ അവതരിപ്പിച്ച ഒരു ഷോ ABC ചാനൽ ലൈവ് കാണിച്ചിരുന്നു. അന്ന് വരെ നടന്ന ഒരു പുതുവർഷ ആഘോഷ ചടങ്ങിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതും നേരിട്ട് പങ്കെടുത്തതുമായിട്ടുള്ള ഒരു ഷോ ആയിരുന്നു അന്ന് ടൈം സ്ക്വയറിൽ നടന്നത്. ഇന്ന് $500 മില്യൺ വർഷം കയറ്റുമതിയുള്ള ഒരു വലിയ വ്യവസായമാണ് K-pop എന്ന് പറയുന്നത്. K-pop ലോകം മുഴുവൻ കയറ്റുമതി ചെയ്യുന്നത് സംഗീതത്തിലൂടെ അവരുടെ വികാരങ്ങളാണ്. ആ വികാരങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ വികാരമാണ് എന്ന് പറയുന്നതാണ് ശരിക്കുമുള്ള സത്യം. ശരിക്കും ലോകം മുഴുവൻ ഉള്ള ആസ്വാദകർ കൊറിയൻ സംഗീതത്തെയും K-popനെയും ഒക്കെ പ്രണയിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള സംഗീതത്തിൻ്റെ വിജയവും സത്യവും.